പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതം. മോർണിംഗ് മന്ന ദൈവവചന സന്ദേശത്തിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് കടന്നുപോയ ഭാഗമാണ്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. ആമേൻ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഈ വചനഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം. അബ്രഹാമിൻ്റെ ലൈഫിനകത്ത് അവനെ ടെസ്റ്റ് ചെയ്യുന്ന, പരിശോധിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മളെ ദൈവം പരിശോധിക്കും കേട്ടോ. 2 കാര്യത്തിനാണ് ദൈവം നമ്മളെ പരിശോധിക്കുന്നത്. 1, കൊള്ളാകുന്നവനായി തെളിയാൻ. 2, ഇരട്ടി അനുഗ്രഹത്തിലേക്ക് എത്തപ്പെടാൻ. ഈ 2 കാര്യത്തിനാണ് ദൈവം പരിശോധിക്കുന്നത്. അബ്രഹാമിൻ്റെ ആ ഏകജാതനായ മകനെ ഇസഹാക്കിനെ ദൈവം ആ പരിശോധനയിൽ ചോദിക്കുന്നതിന് മുമ്പ് തൻ്റെ ഏകജാതനായ മകനെക്കുറിച്ച് ആ പിതാവിന് ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തം ലഭിച്ചിരുന്നു. എന്താണ് വാഗ്ദത്തം എന്ന് അവിടെ കാണുന്നത്? ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ. അപ്പോൾ ഇസഹാക്ക് ആരാ? ബാലനാ. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് തൻ്റെ മകനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോയ ആ പിതാവിനെ നിങ്ങൾ നോക്കിയേ. ആ യാഗം കഴിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. അതികാലത്ത് എഴുന്നേറ്റു, സാറായോട് പറഞ്ഞില്ല, ബാല്യക്കാരെ ദൂരെ നിർത്തി, ദൈവം കരുതിക്കൊള്ളും മോനേന്ന് പറഞ്ഞു. ആമേൻ. കത്തിയെടുത്ത് ഈ സമയം വരെയും നിശബ്ദനായിരുന്ന ദൈവം ബാലൻ്റെ മേൽ കൈവെക്കരുത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, തലപൊക്കി നോക്ക് എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിക്കും നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം ദൈവം നമ്മളോട് പറയുന്നത് എന്തിനാ? നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, അതെന്ത് തന്നെയായിരുന്നാലും അതിനെ യാഗമാക്കാൻ നമുക്ക് കഴിയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യാഗം എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുന്നതാണ്. ആമേൻ. യേശുവിൻ്റെ അടുത്ത് അപ്പം തിന്നാൻ വന്നവർ, യേശുവില്ല, ആമൻ അപ്പം തിന്നു കഴിഞ്ഞിട്ട് യേശു ഇങ്ങനെ പറയുക, നിങ്ങൾ എന്നെ തിന്നണം, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഇത് പറയുമ്പോൾ അവർ പറയുന്നൊരു പദമുണ്ട്, ഇത് കഠിന വാക്ക്, ആർക്ക് ഇത് സഹിക്കാൻ പറ്റും, ഇത് ആർക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റും, ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞാൽ അവർ പോയി. എന്തുവാ അതിൻ്റെ അർത്ഥം? ഞങ്ങൾക്ക് നിൻ്റെ അപ്പം വേണം, ഞങ്ങൾക്ക് നിൻ്റെ അനുഗ്രഹം വേണം, പക്ഷേ നീ ഞങ്ങളെ നിയന്ത്രിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ശിഷ്യന്മാർ മാത്രം ശേഷിക്കുമ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിക്കുക, നിങ്ങൾ പോയില്ലയോ? ഞാൻ ഉള്ളി വന്ന് വസിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ട് എന്താ പോവാഞ്ഞ്? പത്രോസ് പറയുന്ന പദം ഇങ്ങനെയാ, ഞങ്ങൾ നിത്യജീവൻ്റെ മൊഴികൾ നിന്നിൽ നിന്ന് പ്രാപിക്കാനാണ് വന്നത്. അത് നീ ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യാതെ കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ പോവാഞ്ഞ്. അപ്പം തിന്നാൻ വന്നവർ അപ്പം തിന്നിട്ട് പോകും, സൗഖ്യം മേടിക്കാൻ വന്നവർ സൗഖ്യം കൊണ്ട് പോകും. പക്ഷെ നിത്യജീവനെ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി കൊതിക്കുന്നവർ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്ത് എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കും. അബ്രഹാമിന് അതാണ് ഇവിടെ വിജയമായിട്ട് മാറിയത്. ഇസഹാക്കിൻ്റെ സന്തതി നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞു അവനോട്. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു. പ്രിയ മക്കളെ, നമ്മൾ ചില വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്, അതിനെ മുറുകെ പിടിക്കണം. അതിനെ മുറുകെ പിടിച്ചേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായെന്നിരിക്കാം, അവസ്ഥകളൊക്കെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് വന്നെന്നിരിക്കാം, പക്ഷേ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. പറഞ്ഞ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ വാക്ക് മാറാത്തവൻ. അങ്ങനെ പറയാൻ നമുക്ക് കഴിയട്ടെ, അങ്ങനെ പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
വളരെ വ്യക്തമായി, ഹൃദ്യമായി, ആഴമായി ഞങ്ങളോട് സംസാരിച്ച ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിലൂടെ ചില പ്രിയപ്പെട്ടവരുടെ കൂടെ ഉടമസ്ഥാവകാശം ദൈവം ചോദിക്കുന്ന ചിലത് അങ്ങേക്ക് യാഗമായിട്ട് അർപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ വചനം അനേകരുടെ കണ്ണുകളെ തുറക്കുന്നതായി മാറട്ടെ, ജീവിതത്തെ സ്പർശിക്കുന്നതായി മാറട്ടെ. ഈ വചനത്തിലൂടെ അങ്ങ് അവരുടെ മേൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇസഹാക്കിനെ തിരികെ പ്രാപിച്ചതുപോലെ അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തിയതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ പകർന്ന്, അഭിഷേകം പകർന്ന് ജയോത്സവമായി വഴി നടത്തണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.